സ്പേസ് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ പണിയാൻ വെച്ചിട്ടുള്ളൂ, പണിത് കഴിഞ്ഞുള്ള പ്ലേസ്. ഇനി ഇവിടെ കുറേ ഡോറ് കടന്നു പോകുമ്പോൾ കുറേ നടക്കാനൊക്കെ ഉണ്ട്. ഇവിടെയാണ് ഒന്നാമത്തെ സീക്രട്ട് ബേസ്. നന്നായിട്ട് ഇരിക്കാനൊക്കെ പറ്റും. ഇനി നമ്മുടെ ജിം കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് വീടിന്റെ അകമൊക്കെ കാണിച്ചു തരാം. നമ്മുടെ ജിമ്മാണിത്. അതൊക്കെ നമ്മുടെ ജിമ്മിന്റെ ആരെയൊക്കെ അഡ്മിഷൻ എടുക്കാൻ ഓഫീസ്, പിന്നെ ഒരു 2 പോർട്ട്. നമുക്ക് വീടിന്റെ അകമൊക്കെ കാണിച്ചു. ഫസ്റ്റ് നമുക്ക് പണിയണ സ്ഥലം കാണിച്ചു തരാം, എന്നിട്ട് പണിത് കഴിഞ്ഞിട്ട് അകം കാണിച്ചു തരാം. അല്ലെങ്കിൽ മറ്റേ അത് പോവും. അപ്പൊ നമ്മള് മുകളിലേക്ക് പോവാണ്. മറ്റേ വേറെ സീക്രട്ട് ബേസ് ആണ്. അത് കഴിഞ്ഞിട്ട് അകം ഒക്കെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ അടുത്ത സ്ഥലം ഉണ്ടാക്കാൻ പോകുന്നത്. അവിടെ നമുക്ക് അപ്പം ഉണ്ടാക്കാം. ഈ കട്ടകൾ ഓരോന്നും ഇങ്ങനെ വച്ച് വെച്ച് കുറേ ടൈമൊക്കെ എടുക്കും. നമുക്ക് വച്ച് ഇത് ഫുള്ളും വച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി കാണാം. അപ്പൊ ഗൈസ്, നമ്മൾ ഇത്രയും വെച്ച് ഇനി കുറച്ചും കൂടി വെക്കാനുണ്ട്. അതൊക്കെ വച്ച് തീരുമ്പോഴത്തേക്കും ഒരു സമയമാവും. എന്നാലും നമ്മളിങ്ങനെ വച്ചുകൊണ്ടിരിക്കുകയാണ്. വച്ച് കഴിഞ്ഞിട്ട് ഇതിന്റെ മുകളിലേക്ക് ഇനിയും ബിൽഡിംഗ് ആണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും, നമ്മൾ സെറ്റാക്കും. ഇനി വേറെ ഈ ഗെയിം ഇനിയും വേണമെങ്കിൽ പറയണം. എന്താ വെച്ചാ മറ്റേ നമ്മള് GTA 5 ഇനി കളിച്ചു തുടങ്ങാൻ പോവാണ്. അതുകൊണ്ട് പറയണം കേട്ടോ. ഇവിടെ ഇടയ്ക്കൊക്കെ ആവുന്നു, അതുകൊണ്ടാണ് പ്രശ്നം. അത് നമ്മളിങ്ങനെ പെട്ടെന്ന് വെച്ചിട്ടുണ്ടോ, കണ്ട. ഇതാണ് നമ്മുടെ ഇനി ഇത്രയും ഭാഗം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാം. അത് നിങ്ങൾക്ക് അകം കാണിച്ചു തരാൻ ഞാൻ പറഞ്ഞല്ലേ, അതുകൊണ്ട് അകം കാണിക്കാൻ എന്തായാലും ഉണ്ടാവും. ഇത് തയ്യാറായിട്ടുണ്ട് എന്തായാലും. കഴിഞ്ഞ കഴിഞ്ഞു. നിങ്ങൾക്ക് അകം കാണിച്ചു തരാം. അകം കാണിക്കാൻ വേണ്ടിയിട്ടുണ്ടോ? നമ്മുടെ സ്ഥലം ഇവിടുന്നാണ് ഡോറ്. ഈ ഡോറ് തുറന്നിട്ട് ഈ ഷട്ടർ തുറക്കണം. ഇവിടെ നമ്മുടെ കൂട്ടുകാരൻ നിൽക്കുന്നുണ്ട്. ഹായ് ബ്രോ. ഇവിടെ ചായ കുടിക്കാനും അതിനൊക്കെ ഇവിടെ എത്തും. പിന്നെ നമ്മുടെ അകത്തേക്ക് ഒരു കാണിച്ചുതരാം. ഇതും പുറത്തേക്കുള്ള വഴിയാണ്. അകത്തേക്ക് ഒരു ഇവിടെ സോഫയുണ്ട്, നമ്മുടെ TV ഉണ്ട്, പിന്നെ ഇവിടെ ഉണ്ട് സോഫ. പിന്നെ നമുക്ക് നമ്മുടെ ടൈം ടേബിൾ, ഫുഡൊക്കെ കഴിക്കണേ. പിന്നെ നമ്മുടെ കിച്ചൺ വെറുതെ ഇരിക്കണ. പിന്നെ നമ്മള് ഇവിടെ ഒരു സ്ഥലമുണ്ട്, ബാത്റൂം, ടോയ്ലറ്റ്. നമുക്ക് മുകളിലേക്ക് കയറി നോക്കാം. ഇവിടെ നമ്മുടെ TV, പിന്നെ സ്റ്റഡി റൂമാണ്. ഇവിടെ നമ്മുടെ ബെഡ്റൂമാണ്. ഇവിടെ കിടന്നുറങ്ങും. ഇടയ്ക്ക് ഇവിടെ TV കാണും. പിന്നെ ഇത് നമ്മുടെ മറ്റേ ഹാക്കർ റൂം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ കിടന്നുറങ്ങും. പിന്നെ എന്തെങ്കിലും ഹാക്ക് ചെയ്യണമെങ്കിൽ ഹാക്ക് ചെയ്യും. പിന്നെ ഇത് നമ്മുടെ സ്റ്റെപ്പാണ്. അത് വെറുതെ കൊണ്ടുവച്ചാണ് ഞാൻ.
നമുക്ക് ഇതുപോലത്തെ കുറെ വീടുണ്ടാവും. പക്ഷെ നമ്മള് ഈ വീട് മാത്രമേ നന്നായിട്ട് പണിയുന്നുള്ളൂ. മറ്റു വീടൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. വേറെ നമ്മുടെ വീട് ഇവിടെ ഇങ്ങനെ ഇത്രയും പണ്ട് ചെയ്തിട്ടാണ്. നമുക്ക് അകത്ത് കാണിച്ചു തരാം. അകത്ത് ഒരു നമ്മുടെ ടി വി അല്ലാതെ നമ്മുടെ ഒരു എന്താ പറയാ ഒരു ഫോട്ടോ പോലത്തെ സംഭവമാണ്. പിന്നെ മുകളിലേക്ക് കാണിച്ചു തരാം. മുകളിലേക്ക് വരുമ്പോ ഇത് ടോയ്ലറ്റ്, പിന്നെ ഇതിന്റെ മുകളിലേക്കും സ്ഥലമുണ്ട്. ഒരു റൂം പോലത്തെ സംഭവം. ഇവിടെ നമ്മുടെ റൂം. പിന്നെ ഇവിടെ ഒന്നും ഇല്ലാത്ത, ഇവിടെ നമ്മള് വേണി വയ്ക്കാം, നമ്മൾ വെച്ചല്ല. നമ്മള് സ്ഥലം ഇനി അടുത്ത വീട് അനുസരിച്ച് നമ്മുടെ അടുത്ത വീട് അനുസരിച്ച് അടുത്ത വീട് നമുക്ക് മതിലടുക്കാം. പ്രശ്നമില്ല. നമ്മുടെ അടുത്ത വീട് ആണ്. നമ്മുടെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബേസ്. 2 കമ്പ്യൂട്ടർ. പിന്നെ ഇവിടെ നമുക്ക് എല്ലാ കാഴ്ചകളാണ്. അടുത്ത വീട് എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരെയാണ്. ഇതിൽ നമ്മള് അടുത്ത വീട് ചെയ്യുന്നു. നമ്മുടെ ചർച്ച് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് കയറി കാണിച്ചു തരാം. ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഇതാണ് ടോയ്ലറ്റ്. സ്റ്റെപ്പ് കയറി ചെല്ലുന്ന ഒരു വാതില്, അതൊരു വാതില്. പിന്നെ ഇവിടെയൊക്കെ നമ്മൾ പണിത് കളിച്ചിട്ടാണ്. മുകളിലേക്ക് കയറി കാണിച്ചു തരാം. സ്റ്റെപ്പ് കയറി വരുന്ന ഇവിടെയാണ് നമ്മുടെ അടുത്ത ബാത്റൂം. നമ്മൾ ഇങ്ങനെ വയ്ക്കുന്നുണ്ട്. നമുക്ക് മുകളിലേക്കും കൂടി കയറാണ്ട്. ഇവിടെയാണ് നമുക്ക് ബാങ്കിൽ പൈസ എടുക്കുമ്പോൾ നമുക്ക് പൈസ ചെയ്യേണ്ട കാറ് പോകാൻ പറ്റുന്ന നമുക്ക് ഫസ്റ്റ് ഇവിടെ കിട്ടണം. ഇതൊരു ഷട്ടറാണ്. ഇതൊരു ഗ്യാരേജ്, ഇതൊരു ഗ്യാരേജ്. ഇവിടെ ഞാൻ 2.5 മറ്റൊരു ഗ്യാരേജ്. ഇന്നൊരു ഗ്യാരേജ് അല്ല, ഇതൊരു സ്വിമ്മിംഗ് പൂളാണ്. സ്വിമ്മിംഗ് പൂള് ഞാൻ ഉണ്ടാക്കിയത് കുറച്ച് റിച്ചിൻ്റെ കാണിച്ചാണ്. ലോക്ക് ഇട്ടിട്ടുണ്ട്. ഇവിടെ സ്വിമ്മിംഗ് പൂളിൻ്റെ ഉണ്ട്. പിന്നെ നമ്മുടെ TV സെറ്റ്. പിന്നെ ഇവിടെ ഒരു ഗെയിമിംഗ് റൂമാണ്. പിന്നെ കിച്ചൺ ഉണ്ട് ഇവിടെ തന്നെ. നമുക്ക് വേറെ വർക്ക് ചെയ്യണമെങ്കിലോ അതിന് റൂം. ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന നമ്മുടെ എല്ലാ പുറത്തത്തെ കാഴ്ച കാണാനും. പിന്നെ ഇവിടെ ഒരു വലിയൊരു മറ്റേ ഗെയിം കളിക്കാനും അതിനൊക്കെയുള്ള ഒരു ബിൽഡിംഗ് ആണ് ഇത് നമ്മുടെ. ആൾക്കാർക്ക് ഇരിക്കണമെങ്കിൽ ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരിക്കാം.
ഇവിടെ നമുക്ക് നമ്മളിവിടെയും ജനൽ വെച്ചുണ്ട്, ഇവിടെയും ജനൽ വെച്ചുണ്ട്, ഇവിടെയും ജനൽ വെച്ചുണ്ട്. നമുക്ക് മോളിൽ കയറി കാണിച്ചില്ല. മോളിലാണ് ഇങ്ങനെയാണ് നമ്മുടെ ഗെയിം. നമുക്ക് ഫുള്ളും ഗെയിമിംഗ് സെറ്റപ്പ്, ലാപ്ടോപ്പ് അതൊക്കെയാണ്. പിന്നെ ഒരു ഷട്ടർ വരുന്ന കാണിച്ചുതരാം. ഇങ്ങനെയാണ് അപ്പൊ കാണുന്നത്. ഇത്രയാണ് നമ്മുടെ ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. നമുക്കിനി ഒരു വീട് മേടിക്കണം. വീട് മേടിക്കാനുള്ളതാണ്. ഇവിടെ ആരാണ്ട് ഡോറ് വെറുതെ ഉണ്ടാക്കി വെച്ചതാ. ഇതിന്റെ അകം കയറി കാണിച്ചുതരാം. ഈ വീട് മേടിക്കണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തിട്ട് ഗൈസ്. നിങ്ങൾ കമന്റ് ചെയ്ത് മേടിക്കണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ എന്തായാലും മേടിക്കും. ഇങ്ങനെയാണ് വീട് ഇരിക്കുന്നത്. നിങ്ങൾ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെയാണ് നമ്മുടെ ഈ വീട് ഇരിക്കുന്നത്. ജിമ്മിയ സാധനമൊക്കെ ഉണ്ട്. ഈ വീട് വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും പറയണം. വീട് എനിക്ക് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ നിങ്ങൾ പറഞ്ഞതിന് എന്തായാലും ഈ വീട് മേടിക്കും. ഈ വീടിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 5,500 5,500. എന്തായാലും ഈ വീട് മേടിക്കണം. നിങ്ങൾ പറഞ്ഞ് മേടിക്കണമെന്ന് ഉണ്ടെങ്കിൽ ഞാൻ ഈ വീട് മേടിക്കാം. നമുക്ക് പുറത്തേക്ക് മണി ബോക്സ് ഉണ്ട്. മണി ബോക്സ് നമുക്ക് തുറക്കാം. മണി ബോക്സ് നമുക്ക് തുറക്കാം. മണി ബോക്സിൽ മണി എടുക്കാൻ കുറെ ആൾക്കാർ തന്നാലും നമുക്ക് എടുക്കണം. ആൾക്കാർ എടുക്കണത് എടുത്തോട്ടെ. നമുക്ക് ആ മണി ബോക്സ് എടുക്കാം. നമ്മുടെ മണി ബോക്സ് ആൾക്കാർ കഴി ആയിരിക്കും. മണി വേണ്ടാന്ന് തോന്നുന്നു. നമ്മൾ ഫുള്ളെടുത്തു മണി ബോക്സിന്. ഈ ചെറിയ മണി ബോക്സ് നമുക്കിട്ടാം. ഇത് ഷോറൂമിൽ നിന്ന് വണ്ടി ഇറക്കണേ. ഇതില് ഈ വണ്ടി കിട്ടാം. പൈസ കൊടുത്ത് ഇറക്കണതാണ്. പെട്രോൾ അടിക്കാം. ചെറിയ മണി ബോക്സ് ഇപ്പോഴാണ് 5 കുട്ടികളോ 7 മണി ബോക്സ് പൈസ എടുക്കുന്നുണ്ട്. ഞാൻ പൈസ എടുത്ത് രണ്ടാമത്തെ മണി ബോക്സ് നമ്മള് ഇത്രയും വീടുകളും മണി ബോക്സ് ഒക്കെ കാണിക്കുന്നത് നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. ഇപ്പൊ എല്ലാവരും ലൈക്ക് അടിച്ച് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോസ് എനിക്ക് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഗൈസ്.